ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ വലിയ മോശമില്ല അല്ലേ? സച്ചിയുടെ കാറ് തിരികെ കിട്ടിയിരിക്കുന്നു. ഇതുകൂടാതെ ശ്രീകാന്തിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണല്ലേ. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇതിനെല്ലാം എതിരെ നിൽക്കുന്ന മൂന്ന് വ്യക്തികൾ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ചന്ദ്ര ശ്രീകാന്തിനെ കൊണ്ടുവരുന്നതിനും ബുദ്ധിമുട്ടില്ല, രവീന്ദ്രന്റെ കാര്യത്തിലും കുഴപ്പമില്ല. സച്ചി ദേവതും ഒന്നിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ചന്ദ്രയ്ക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേരെ നിർത്താം. അതായത് ശ്രുതിയും. ഇരുവർക്കും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഒരു ലോകവും കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. അതായത് അവരായിരിക്കണം വലുത്, അവർക്ക് മേലെ ഒന്നും പോകാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡാണല്ലോ ഇരുവർക്കുള്ളത്. എന്തായാലും ചക്കിക്കൊത്തരി ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രുതിക്ക് പറ്റിയൊരു ജോഡി തന്നെയാണ് ശ്രുതി. എന്നാൽ ഇരുവരും കയ്യിൽ പിടിച്ചിരിക്കുന്ന വലിയൊരു ബോംബ് തന്നെയാണല്ലേ. ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിവരം ശ്രുതി ആരോടും തന്നെ പറഞ്ഞില്ല. അതിലൂടെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള വിവരം ശ്രുതി മറച്ചു വെച്ചിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം പറയാതെ ജോലി ചെയ്യുന്ന കാശോറും തൻ്റെ തലയിലൂടെയാണ് ഓടുന്നത് എന്ന ഭാവത്തിലാണല്ലോ ശ്രുതിയുള്ളത്. അപ്പോൾ ഇരുവർക്കും നല്ലൊരു എട്ടിന് പണി കിട്ടുന്നതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ശ്രുതിയുടെ കാര്യമാണ് കേട്ടോ. ശ്രുതിയുടെ കുഞ്ഞ്, അതായത് ആദിക്കും അറിയില്ല അല്ലേ ആൻറ്റി എന്ന് താൻ വിളിച്ചുകൊണ്ട് നടന്നതെന്ന് ശ്രുതി. അത് തൻ്റെ സ്വന്തം അമ്മയാണെന്ന് അറിയുമ്പോൾ ആദ്യയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. പ്രശ്നം വീട്ടിലറിയുന്നത് എങ്ങനെയാണെന്നല്ലേ. ശ്രുതിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ വീട്ടിൽ വരുന്ന സമയത്ത് ശ്രുതി നവീൻ്റെ ഈ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ കൂടെ പുറത്തേക്ക് പോയിരിക്കുന്നു. രവീന്ദ്രൻ പെൻഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സച്ചി ദേവതയാണെങ്കിലും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ തമ്മിൽ നവീൻ പലതവണയായിട്ട് തന്നോട് പണം ചോദിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം നവീൻ്റെ ഈ ഒരു പ്രവൃത്തി നിർത്തിയില്ലായെങ്കിൽ നമുക്ക് ദോഷമാണെന്നെല്ലാം തന്നെ ശ്രുതിയുടെ കൂട്ടുകാരനോടായിട്ട് പറയാണ്. അപ്പോൾ ഇവരുടെ സംസാരത്തിനിടയിൽ ശ്രുതിയുടെ കല്യാണവും ആദ്യയെക്കുറിച്ചുള്ള മാറ്റവും ഒക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി കടന്നു വരുന്നത്. രേവതി വരുന്നത് ഇവരാരും കാണുന്നില്ല. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കാര്യവും എല്ലാം തന്നെ രേവതി അറിയുകയാണ് കേട്ടോ. രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സച്ചിയോട് പറയുന്നതായിരിക്കും. സച്ചിയും രേവതിയും കൂടെയാണ് പിന്നീട് വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ രേവതി അറിഞ്ഞു എന്നറിയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ആരോടും പറയില്ല രേവതി, എന്നും ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതി ആദ്യമൊക്കെ മടിച്ചു നിൽക്കും. പിന്നീടാണെങ്കിൽ സച്ചിയോട് എല്ലാ കൃത്യങ്ങളും രേവതി തുറന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെയും ജീവിതത്തിൽ ചെറിയൊരു വിള്ളൽ വീഴുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയെ ഫേസ് ചെയ്യാനുള്ള മടി കാരണം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മയുമായിട്ടുള്ള സംസാരം, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യവും എൻ്റെ മകനാണ് ആദി എന്നുള്ള കാര്യവും വീട്ടിലെല്ലാവരും അറിഞ്ഞു എന്നുള്ളൊക്കെ കാര്യങ്ങൾ അമ്മയോട് പറയുന്ന സമയത്ത് എന്നാൽ ഇവരുടെ സംസാരം മുഴുവൻ ആദി കേൾക്കാൻ ഇടയാവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.